ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മിയുടെ പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് കണ്ണേട്ടനെ കാണാനായിട്ട് മഹാലക്ഷ്മി ആശ്രമത്തിലേക്ക് പോയിട്ടുണ്ട്. ആശ്രമത്തിലേക്ക് പോയ പാടനെ നേരെ കണ്ണേട്ടൻ്റെ അടുത്ത് പോയിട്ട് കണ്ണേട്ടനോട് പറയുന്നുണ്ട്, ഇത്രയും ദിവസം ഞാൻ എങ്ങനെയാണ് അവിടെ കഴിഞ്ഞത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. എന്തൊക്കെയോ രാവലാതികളായിരുന്നു, കണ്ണേട്ടനെ കാണാതിരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞതുപോലെയുണ്ട്. ഇപ്പം കണ്ണേട്ടനെ നേരിട്ട് കണ്ടപ്പോഴാണ് ഫുള്ളായിട്ട് സമാധാനമായെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മഹാലക്ഷ്മിയോട് കണ്ണൻ പറയുന്നുണ്ട്, നിനക്കായിട്ടൊരു സന്തോഷ വാർത്തയുണ്ട്. അപ്പം മഹാലക്ഷ്മി ചോദിക്കും, എന്താണെന്ന് ചോദിക്കുമ്പോൾ കണ്ണേട്ടൻ പറയും, നിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒന്നാണ്, എനിക്ക് ആരുടെ സഹായമൊന്നും ഇല്ലാതെ എഴുന്നേറ്റ് നടക്കാനൊക്കെ പറ്റുന്ന പോലെ ഉണ്ട്. ഇപ്പോൾ കുറേയൊക്കെ കാലുകൾക്ക് ചലനശേഷി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തെ ആശ്രമത്തിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഞാൻ റിക്കവറി ആവും എന്നാണ് തോമസ് വൈദ്യരും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇത്രയും നാളത്തെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഫലം കേട്ടിട്ടുണ്ട്. നിന്റെ ഈ പ്രാർത്ഥനകൾ കൊണ്ടും തോമസ് സാറിന്റെ കഴിവ് കൊണ്ടും മാത്രമാണ് ഇത്രയും വേഗം എൻ്റെ കാലുകൾ ചലനശേഷി തിരിച്ചു കിട്ടിയെന്ന് പറയുന്നത് കാണാൻ. മഹിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് സന്തോഷമാണ്. ഇത്രയും നാൾ പ്രാർത്ഥിച്ചതിനുള്ള ഒരു ഫലമായിട്ട് കിട്ടിയതുപോലെയാണ് മഹി കാണുന്നത്. ഇത്രയും നാൾ അവൾ ആഗ്രഹിച്ചിരുന്ന അവളുടെ കണ്ണേട്ടൻ്റെ കാലുകൾ ഇനി മുതൽ ചലനശേഷി തിരിച്ചു കിട്ടിയിട്ട് അവളെ പോലെ തന്നെ നടക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്ന് കേട്ടപ്പോൾ അവൾ വല്ലാണ്ടങ്ങ് സന്തോഷിക്കുന്നുണ്ട്. അമ്മയുടെ പിറന്നാളിന് നമുക്ക് ഒരുമിച്ച് പോകണം, എന്നിട്ട് എല്ലാവരും അതിശയപ്പെടണം എൻ്റെ ഈ മാറ്റങ്ങൾ കണ്ട്. ഇത്രയും നാൾ നമ്മളെ കുറ്റപ്പെടുത്തിയവരും ഇത്രയും നാൾ നമ്മളെ ചതിച്ചവരും ഒക്കെ കണ്ടിട്ട് ഞെട്ടണം എന്നെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ടാണെങ്കിൽ മഹാലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത്രയും നാളും അവളുടെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെ കാര്യത്തിൽ നിന്ന് ഭയങ്കരമായിട്ട് കുത്തുവാക്കുകളും നോവുകളൊക്കെ ഏറ്റത് ഒന്നാമത് കണ്ണൻ്റെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കണ്ണൻ വീൽ ചെയറിൽ ഇരിക്കുകയാണ്, കണ്ണനെ കൊണ്ടൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരുപാട് നിന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. ഇനി ആ ദ്രോഹങ്ങളൊന്നും അവരെ നിന്നിലേക്ക് ഏൽപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. എന്തായാലും അമ്മയുടെ ബർത്ത്ഡേക്ക് നമുക്ക് എന്തായാലും ഒരുമിച്ച് തന്നെ അമ്മയുടെ വീട്ടിലേക്ക് പോകണം, എന്നിട്ട് എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുത്ത് എല്ലാം നല്ലപോലെ ആക്കണം എന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട്. വീട്ടിലെത്തിയിട്ടുള്ള സാഗറാണെങ്കിൽ വേഗം തന്നെ മഞ്ജുവിൻ്റെ അടുത്തേക്ക് പോയിട്ട് വേഗം സന്തോഷത്തോടെ പറയുന്നുണ്ട്, കണ്ണേട്ടൻ ഇതാ എഴുന്നേറ്റ് നടന്നിട്ടുണ്ട്, കണ്ണേട്ടൻ്റെ കാലുകൾക്ക് ചലഞ്ച് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. മാർക്കോയുടെ മാനന്തോടെയും ചെറിയ സഹായത്തോടെ ഇന്ന് കണ്ണേട്ടനെ നേരിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നത് ഞാൻ ആശ്രമത്തിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഓ എൻ്റെ കണ്ണേട്ടൻ എഴുന്നേറ്റ് നടന്നു, ഇത്രയും നാളത്തെ പ്രാർത്ഥനയ്ക്കൊടുവിൽ എൻ്റെ കണ്ണേട്ടൻ്റെ കാലുകൾക്ക് ചലഞ്ച് തിരിച്ചു കിട്ടിയല്ലോ, എല്ലാ ദൈവങ്ങൾക്കും വിളിച്ചിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മേഘാതനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. ഇനിയെങ്ങാനും കണ്ണൻ്റെ കാലുകൾക്ക് ചലഞ്ച് തിരിച്ചു കിട്ടിയിട്ട് കണ്ണൻ പഴയ അവസ്ഥയിലേക്ക് നടക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും നല്ല രീതിയിൽ പണി കിട്ടുമെന്ന് അവർക്ക് രണ്ടാൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് അവൻ്റെ ചലനശേഷി പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനായിട്ട് എന്തൊക്കെയോ പ്ലാനുകളൊക്കെ അവരുണ്ടാക്കുന്നുണ്ട്. ആ പ്ലാനുകളൊക്കെ അതുപോലെ നടക്കുമല്ലോ എന്ന് നമുക്ക് നോക്കാം. മഞ്ജുവിൻ്റെ അടുത്തേക്ക് ആരോ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ചെല്ലുന്നുണ്ട്. ആരോ അവളെ പെട്ടെന്ന് തൊട്ടപ്പോൾ അവളിപ്പോൾ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇനിയിപ്പോൾ അത് മേഘാതനാണോ, സാഗറിൻ്റെ വെറും തമാശയാണോ, സാഗറിൻ്റെ സർപ്രൈസുകളാണോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇതുവരെയാണ് ഇന്നത്തെ പ്രൊമോ റിവ്യൂ ഉള്ളത്. അപ്പോൾ മറ്റൊരു പ്രൊമോ റിവ്യൂ ആയിട്ട് വരുന്നവരേക്കും ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ.